നമുക്കിന്ന് ഡെയിലി സംസാരിക്കാൻ പറ്റിയ കുറച്ച് സിമ്പിൾ സെൻറ്റൻസ് പഠിച്ചാലോ? ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഐ അഗ്രി എൻറ്റയർലി. ഐ അഗ്രി എൻറ്റയർലി. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ കുഡൻറ്റ് ഡു ഇറ്റ്. ഐ കുഡൻറ്റ് ഡു ഇറ്റ്. നമ്മൾ ഇനി സുഹൃത്തുക്കളല്ല. വി ആർ നോ ലോങ്ങർ ഫ്രണ്ട്സ്. വി ആർ നോ ലോങ്ങർ ഫ്രണ്ട്സ്. ഞാനത് ശ്രദ്ധിച്ചില്ല. ഐ ഡിഡ്ന്റ് നോട്ടീസ് ദാറ്റ്. ഐ ഡിഡ്ന്റ് നോട്ടീസ് ദാറ്റ്. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക, തുടർന്നു കൊണ്ടിരിക്കുക. ഇതിന് ഇംഗ്ലീഷിൽ കീപ്പ് ഓൺ എന്ന് പറയാം. കീപ്പ് ഓൺ. ശ്രമിച്ചു കൊണ്ടിരിക്കുക. കീപ്പ് ഓൺ ട്രൈ. കീപ്പ് ഓൺ ട്രൈ. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. പഠിച്ചുകൊണ്ടിരിക്കുക. കീപ്പ് ഓൺ ലേണിംഗ്. കീപ്പ് ഓൺ ലേണിംഗ്. എഴുതിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ പറയാം. എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ചിരിക്കാതിരിക്കാനും കഴിയുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയാറില്ലേ? അതിന് എങ്ങനെ പറയാം? ഐ കാൺറ്റ് ഹെൽപ്പ്. ഐ കാൺറ്റ് ഹെൽപ്പ്. എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഐ കാൺറ്റ് ഹെൽപ്പ് ലാഫിങ്. ഐ കാൺറ്റ് ഹെൽപ്പ് ലാഫിങ്. എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല. ഐ കാൺറ്റ് ഹെൽപ്പ് ക്രൈയിങ്. ഐ കാൺറ്റ് ഹെൽപ്പ് ക്രൈയിങ്. എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഐ കാൺറ്റ് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് യു. എനിക്ക് അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഐ കാൺറ്റ് ഹെൽപ്പ് വറിയിങ് അബൌട്ട് ഇറ്റ്. ഐ കാൺറ്റ് ഹെൽപ്പ് വറിയിങ് അബൌട്ട് ഇറ്റ്. എനിക്ക് അവളെ നോക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങനെ പറയാം? അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ ഒരു കാര്യവുമില്ല എന്ന് പറയാറില്ലേ? അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? ഇറ്റ്സ് നോ യൂസ്. ഇറ്റ്സ് നോ യൂസ്. അവനുമായി തർക്കിച്ചിട്ട് കാര്യമില്ല. ഇറ്റ്സ് നോ യൂസ് ആർഗ്യൂയിങ് വിത്ത് ഹിം. ഇവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ല. ഇറ്റ്സ് നോ യൂസ് വെയിറ്റിംഗ് ഹിയർ. അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. there is no use worrying about it. there is no use worrying about it. അവളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇറ്റ്സ് നോ യൂസ് ആസ്കിങ് ഹർ. വീണ്ടും ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇറ്റ്സ് നോ യൂസ് ട്രൈയിങ് അഗൈൻ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ടിപ്സിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ.